ഗ്രീൻ ടീ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിന്ന് കട്ട്ലാസിൽ പോയിട്ടുണ്ടായിരുന്നു. പറപ്പുകരയുള്ള കട്ട്ലാസിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു മീൻ വാങ്ങിക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്രാലിനെ പിടിച്ചിട്ടുണ്ടായല്ലോ ചൂണ്ടിയിട്ടിട്ട്. അപ്പോൾ അതിന് ലൈഫ് ഫീഡ് മാത്രമേ എടുക്കുള്ളൂ ബ്രാലിന്. അതിന് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ വളർത്തുന്ന മീനുണ്ട്. അതിനാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കുറച്ച് വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലാനും ഇങ്ങനത്തെ മീനെ കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമെന്ന് നോക്കണമെന്ന്. അപ്പോൾ അതിനും ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ വെറൈറ്റി അവിടെ എന്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ അതും വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ കോന്തുപുലം ബണ്ട് എത്തിയിട്ടുണ്ട്. ഈ റോഡിന് അപ്പുറം പാടശേഖരങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫാമിലി എത്തിയിട്ടുണ്ട്. വന്നപ്പോഴുള്ള കാഴ്ചയുണ്ട്, ഒരു വണ്ടിയിൽ ഡ്രമ്മിലാണ് ഇവർ കൊണ്ടുപോകണം മീനെ. അതുപോലെ തന്നെ അസംവാള, പിന്നെ വിയറ്റ്നാംബ്രാല്, നെട്ടർ, ഇങ്ങനത്തെ ഒരുപാട് മീനെ അവർ ബൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീനെ വാങ്ങിക്കാൻ പോകാം. അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. ഒരു ഡ്രമ്മിൽ ഗപ്പീനിട്ടുണ്ട്, റെഡ് കളറിൽ ഉള്ള ഗപ്പീനിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊടുക്കാനുള്ളതാണ്, അതായത് ഇത് സെയിൽ ചെയ്ത് ഇപ്പം പോവും. നെട്ടറാണ് ഇത് കേട്ടോ. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് മീനെ കാണുള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. ഇതിൽ പിലോപ്പിയാണ്, കുറേ തീറ്റൊക്കെ ഇട്ടിട്ട് വെള്ളം ഒന്ന് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മീനെ കാണാൻ പറ്റണില്ല. പിന്നെ അതുപോലെ ഇതിൽ വൈറ്റ് ഷാർക്കാണ് കേട്ടത്. ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള പിലോപ്പി കുഞ്ഞുങ്ങളാട്ടോ ഇതിൽ. ഈ ടാങ്കിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് മീനെ കാണാം കേട്ടോ. രണ്ട് മീൻ എന്ന് വെച്ചാൽ വലുത്, അത് മയിൽവാഗിയാണ്. പിന്നെ അവർക്ക് തിന്നാനാണ് ഈ മീനെ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു ഡ്രമ്മിൽ കളർ മീൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, അത് കാരണം അങ്ങനെ. കാർപ്പ് മീൻ ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗപ്പി, പിന്നെ ഇതിൽ വലിയ കറുപ്പാട്ടോ ഇതിൽ കിടക്കുന്നത്. ഇതിൽ വൈറേഷൻ ഇട്ട കാരണം മീനെ മര്യാദയ്ക്ക് കാണാൻ പറ്റണില്ല. പലതരത്തിലുള്ള കളറ് ഗപ്പികളുണ്ട് കേട്ടോ ഇതിൽ. മുട്ടയിടാനായിട്ട് ഒരു പയറിനെ മാറ്റിയിട്ടുണ്ട്. ഇത് ഏഞ്ചൽ ഫിഷാണ് കേട്ടത്. നമുക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ട്. ഇത് പിലോപ്പിയും ഇപ്പുറത്തെ ടാങ്കിൽ ഗ്രാസ് കറുപ്പായിട്ട് കിടക്കണ വലിയൊരു ടാങ്ക് ആട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടാങ്കുകളുണ്ട്. ഇതിലൊക്കെ മീനുണ്ട്. ടാങ്കിൽ വിയറ്റ്നാംബ്രാലുണ്ട് കേട്ടോ ഇതിൽ. ആസാവാളയുണ്ട്, മുഷിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ടാങ്കുകളിൽ നമുക്ക് വേണ്ട മീനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പതിയെ പോവാം. അപ്പോൾ നമ്മൾ ആനന്ദപുരത്തേക്ക് തിരിഞ്ഞിട്ട് കേട്ടോ. ഇനി ആനന്ദപുരം വഴി നമ്മൾ മുഴിയാട് കയറിയിട്ട് പഞ്ഞിപ്പള്ളിക്ക് അങ്ങനെയാണ് പോകണം കേട്ടോ. 2-3 കൊല്ലം മുന്നേ നമ്മൾ ഈ ഭാഗത്ത് ചൂണ്ടിയിരുന്നതാണ്. ഇപ്പം നമ്മൾ ആനന്ദപുരത്താണ് നമ്മൾ സ്പോട്ട് ഇട്ടത്. അവിടെയാണ് ഇപ്പോൾ ഒരുപാട് മീൻ കിട്ടുന്നത്. അതുപോലെ നമ്മൾ മുടക്ക് ദിവസമൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് കൊണ്ടുവരാൻ കേട്ടോ. ഈ വീട്ടിലെത്തിയിട്ട് ഞാൻ മീൻ കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ ഫിഷ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മയിൽവാക എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് മയിൽവാകനെ നേരിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബിലും പിന്നെ അതുപോലെ തന്നെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം ഈ രൂപം തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഇനി ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഏതാണ് ഐറ്റം. ഇവരെ വളർത്താനായിട്ട് ഇനി ലൈവ് ഫീഡ്, അതായത് ലൈവ് ഫീഡ് മാത്രമേ എടുക്കുള്ളൂ എന്ന് തോന്നുന്നു ഏകദേശം കണ്ടിട്ട്. ചിലപ്പോൾ മീനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അത് പരമാവധി പല്ലറ്റ് എടുക്കാവുന്ന രൂപത്തിലാക്കി എടുക്കണതിനെ. നമ്മുടെ വീഡിയോസ് കാണുന്ന മീൻ വളർത്തുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇത് എന്ത് മീനാണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. മയിൽവാക തന്നെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. നിങ്ങൾ വളർത്തുന്നതും മീൻ പിടിക്കാൻ പോകണവരല്ലേ. അപ്പം നിങ്ങൾക്കാണ് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയുന്നു ഇത് മയിൽവാക തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടോളൂ. അങ്ങനെ ഞാൻ ഇവരെ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലുള്ള ടാങ്കിക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ വേറെ ഒന്നിക്കിടാൻ പറ്റില്ല. ഇതിനാണ് അടപ്പൊക്കെ ഉള്ളത് ഈ ടാങ്കിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെറിയ ബ്രാലുകുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എടുത്ത് മാറ്റണം. ബാക്കിയുള്ളത് ഇതിൽ തന്നെ കിടക്കും കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങി ഗ്രാസ് കാർപ്പിൻ്റെ ഒരു 3 എണ്ണത്തിനും കൂടി ഇട്ടോ കൊടുക്കണം. ഇപ്പോൾ ഇത് എത്ര നാൾ നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള മീനും കൂടി കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോയിൽ. നമ്മൾ ചൂണ്ടിയിട്ട മീനെ ഈ ബക്കറ്റിലിട്ട് അടച്ചു വെച്ചേക്കണേ. എന്ന് വെച്ചാൽ ഇവൻ ചാടി പോകുന്നുണ്ട്. അത് കണ്ട് അടപ്പിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ ഇവർ ചാടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഇവന് പല്ലറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 മീനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതിന് ഇവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ പിടിച്ച ബ്രാലിനെ ആ കുറ്റിയിലാണ് ഇട്ടേക്കണത്, അതായത് ആ ഡ്രമ്മിലാണ് ഇട്ടേക്കണത്. അത് അടച്ചു വെച്ചേക്കാണ്. അത് ക്ലീൻ ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിക്കാത്ത. വെള്ളം കലങ്ങി കിടക്കുക, മീനെ കാണില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പിലോപ്പിന് ഞാൻ എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. പിലോപ്പിനെ അവൻ കൊന്നു അതിലിട്ട് കൊടുത്തത്. അപ്പോൾ അതിനെ പൂച്ചെടുത്തോണ്ട് പോയെന്ന് കൊണ്ടിട്ടാ. അപ്പോൾ അതിന് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ടാങ്കിലായിട്ട് നമ്മൾ ബാക്കിയുള്ള മീൻ ഇട്ടേക്കണത്. നമുക്ക് ഇതിന് വലിയൊരു ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ മിക്സർ മീനെ വളർത്താനായിട്ട്. പിന്നെ നമ്മൾ മയിൽവാഗൻ ഇട്ട ടാങ്കിൽ നിന്ന് ബ്രാൽക്കുട്ടികളുണ്ടായി, അതിന് ഇതിലിട്ടേക്കണത്. പിന്നെ പാലാൻ കിടക്കുന്നുണ്ട്, കരിമീൻ കിടക്കുന്നുണ്ട്, പരല് കിടക്കുന്നുണ്ട്, ഗോൾഡ് ഫിഷ് എടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രാസ് കാർപ്പിനെ നമ്മൾ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രാലിനും ഇവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീഴേണ്ട താമസം, വീണ അപ്പം തന്നെ അവർ വന്നിട്ട് വെട്ടിയിട്ടാന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞു മീനുകളെ ഈ പാലാൻ എന്ന് പറഞ്ഞ മീൻ തിന്നു കേട്ടോ. ഞാൻ അത് ഷുവറായിട്ട് പറഞ്ഞ കാര്യമാട്ടോ. നിങ്ങൾ പാലാനെ പിടിക്കണമെങ്കിൽ പാലാനെ ആദ്യം തന്നെ പിടിച്ചപ്പോൾ തന്നെ വെള്ളത്തിലിടുക. പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വേറെ ടാങ്കിലിട്ടിട്ട് അവർക്ക് ഇങ്ങനത്തെ ലൈവിൽ കിടക്കുന്ന മീനുണ്ടല്ലേ, ലൈഫ് ഫീഡ്, അതായത് അങ്ങനെ പറയണത്, അങ്ങനത്തെ മീൻ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ കഴിക്കും. നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ പല്ലറ്റും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി പാലാനും മാത്രം നമ്മൾ വേറെ ടാങ്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവരെ ഈ ടാങ്കിലും തൽക്കാലത്തേക്ക് ഇട്ടതാണ്. തീറ്റ എടുത്ത് തുടങ്ങിയാൽ നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റാം. ഇവർക്ക് നല്ലൊരു ടാങ്ക് പണിയുന്നുണ്ട്, അതായത് ഇവർക്ക് മര്യാദയ്ക്ക് നീന്താൻ പറ്റുന്ന ഒരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് അടിക്കുക. അങ്ങനെ മീൻ വളർത്താൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.